നമസ്കാരം, റിവ്യൂവേഴ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് ഹുണ്ടായി ക്രേറ്റയുടെ ഏറ്റവും റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത നൈറ്റ് എഡിഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇപ്പോൾ നിലവിലുള്ള ക്രേറ്റയുടെ ഒരു നൈറ്റ് എഡിഷൻ ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. ഇനി നമുക്ക് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. നിലവിലുള്ള ക്രേറ്റയിലുള്ള സിൽവർ ക്രോം എലമെന്റ്സ് എല്ലാം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് ഈ ഒരു നൈറ്റ് എഡിഷൻ വന്നിട്ടുള്ളത്. മെക്കാനിക്കലി ചേഞ്ചസ് ഒന്നും വരുന്നില്ല എങ്കിലും എക്സ്റ്റീരിയറിലും ഇന്റീരിയറിലും കാര്യമായ കോസ്മെറ്റിക് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എക്സ്റ്റീരിയറിൽ എടുക്കുകയാണെങ്കിൽ ഹുണ്ടയുടെ ലോഗോ, ഫ്രണ്ട് ഗ്രില്ല്, ഫ്രണ്ടിലും ബാക്കിലും അതേപോലെ തന്നെ വരുന്ന സ്കിഡ് പ്ലേറ്റുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. ORVയും ക്യാപ്സ് ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. റൂഫ് റെയിൽസും സി പില്ലർ ഗാർണിഷും ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സ്പോയിലേഴ്സും റിയറിൽ തന്നെ വരുന്ന ബാഡ്ജസും കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത രീതിയിലാണ് നൈറ്റ് എഡിഷൻ വരുന്നത്. പിന്നെ സൈഡ് പ്രൊഫൈലിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, കംപ്ലീറ്റ്ലി ബ്ലാക്ക് ഔട്ട് ചെയ്ത ഒരു വളരെ മനോഹരമായിട്ടുള്ള അലോയ് വീൽസ് ആണ്. അതിൽ റെഡ് കാലിപ്പേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അത് കുറച്ചും കൂടി ഒരു സ്പോർട്ടി അപ്പീൽ നൽകുന്ന കാര്യമാണ്. ഇതുകൂടാതെ എക്സ്റ്റീരിയറിൽ നൈറ്റ് എഡിഷൻ്റെതായ കുറച്ച് ബാഡ്ജസ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എക്സ്റ്റീരിയറിൽ പറയാൻ പറ്റുന്ന ചേഞ്ചസ്. ഇനി ഇന്റീരിയറിലേക്ക് വരുമ്പോൾ കംപ്ലീറ്റ് ബ്ലാക്ക് ഒരു ലേഔട്ടാണ് വരുന്നത്. അതിൽ ലെതർ ഫിനിഷുള്ള സ്റ്റിയറിംഗ് വീലും അതേപോലെ തന്നെ ഗിയർ നോബും കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല സീറ്റുകളിലും ഗിയർ നോബിലും കുറച്ച് ബ്രാസ് കളറിലുള്ള ആക്സൻസ് കൊടുത്തിട്ടുണ്ട്. പൈപ്പിങ്ങും സ്റ്റിച്ചിങ്ങും പോലുള്ള കാര്യങ്ങളെല്ലാം ബ്രാസ് കളറിൽ കുറച്ചും കൂടി ഒരു എലഗന്റ് അപ്പീൽ ഇന്റീരിയറിൽ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല മെറ്റൽ പെഡൽസ് ആണ് ഇന്റീരിയറിൽ കൊടുത്തിട്ടുള്ളത്. അതും ഒരു സ്പോർട്ടി ആക്സൻ അല്ലെങ്കിൽ സ്പോർട്ടി എലമെന്റ് ആണ് നമുക്ക് പറയാം. ഈ ഒരു നൈറ്റ് എഡിഷൻ വരുന്നത് ബ്ലാക്ക് സ്കീമിലാണെങ്കിലും ഒരു ടൈറ്റൻ ഗ്രേ മാറ്റ് സ്കീമിലും അല്ലെങ്കിൽ ആ ഒരു പെയിന്റ് സ്കീമിലും ഈ ഒരു നൈറ്റ് എഡിഷൻ അവൈലബിൾ ആണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതിനൊരു 5,000 റുപ്പീസ് അഡീഷണൽ ആയിട്ട് കൊടുക്കേണ്ടി വരും. മാത്രമല്ല ഈ ഒരു ടൈറ്റൻ ഗ്രേ മാറ്റ് ഉള്ള മോഡലിൽ തന്നെ റൂഫ് കംപ്ലീറ്റ്ലി ബ്ലാക്ക് പെയിന്റ് സ്കീമിൽ വരുന്ന മോഡലും അവൈലബിൾ ആയിരിക്കും. നിലവിലുള്ള ക്രേറ്റയിൽ 3 എഞ്ചിൻ ഓപ്ഷനുകളാണ് ഉള്ളത്. 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ, 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ. അപ്പോൾ ഈ ഒരു 3 എഞ്ചിൻ ഓപ്ഷനുകളിൽ ടർബോ പെട്രോൾ ഒഴികെ മറ്റ് 2 എഞ്ചിൻ ഓപ്ഷനുകളിലും പുതിയ നൈറ്റ് എഡിഷൻ അവൈലബിൾ ആയിരിക്കും. 1.5 ലിറ്റർ 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ 115 ഹോഴ്സ് പവറും 144 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഡെലിവർ ചെയ്യുന്നത്. എന്നാൽ ഡീസൽ എഞ്ചിനോട്ട് വരുമ്പോൾ 1.5 ലിറ്റർ 4 സിലിണ്ടർ ഡീസൽ എഞ്ചിൻ 116 ഹോഴ്സ് പവറും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കും ഡെലിവർ ചെയ്യുന്നു. പെട്രോൾ എഞ്ചിനിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും അതേപോലെ തന്നെ ഓപ്ഷണലായിട്ട് CVT ട്രാൻസ്മിഷനും വരും. ഡീസൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ 6 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനും ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ആയിരിക്കും വരുന്നത്. നിലവിലുള്ള ക്രേറ്റയുടെ എല്ലാ വേരിയൻസിലും ഈ ഒരു നൈറ്റ് എഡിഷൻ അവൈലബിൾ ആയിരിക്കില്ല. SO, SXO എന്നീ 2 വേരിയന്റുകളിലായിട്ട് 8 ഓപ്ഷനുകൾ 8 മറ്റ് വേരിയന്റുകളിലാണ് ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിൽ തന്നെ മാനുവൽ ട്രാൻസ്മിഷനും ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും പെട്രോളും ഡീസലും ഒക്കെ മാറി പല വേരിയന്റിലായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 14.51 ലക്ഷം രൂപ മുതൽ 20.15 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ ഒരു എക്സ്ഷോറൂം വില. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ പുതിയ നൈറ്റ് എഡിഷൻ ലോഞ്ച് ചെയ്തു. അതിൽ മെക്കാനിക്കൽ ചേഞ്ചസ് ഒന്നുമല്ല വരുന്നത്, കോസ്മെറ്റിക് ചേഞ്ചസ് ആണ്. അപ്പോൾ ഒരു പുതിയ ഈ ഒരു നൈറ്റ് എഡിഷനെ നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? ഈ ഒരു പ്രൈസ് നോക്കുമ്പോൾ ഇതൊരു വർത്തായിട്ടുള്ള പ്രൈസ് ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പുതിയ വീഡിയോയ്ക്ക് കാത്തിരിക്കുക. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.